സിബി ജോസഫ്, ഇന്ത്യയെ അപമാനിച്ച നടപടി വലിയ പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷ കക്ഷികൾ പ്രതിപക്ഷം ഉയർത്തിയത്. എന്തൊക്കെയാണ് ഇന്ന് നടന്ന പ്രതിഷേധം? എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ന്യായീകരണ വിശദീകരണം? അജിംഷാദ്, എന്തായാലും ലോക്സഭയിൽ ഇപ്പോൾ വിദേശകാര്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ അവിടെ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്ന് ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. എന്നാലും രാജ്യസഭയിലാണ് വിദേശകാര്യമന്ത്രി ഈ ഒരു വിചിത്രമായ വിശദീകരണം നൽകിയത്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ നാട് കടത്തുന്ന വിവരം അത് കൃത്യമായി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ 104 ഇന്ത്യക്കാരെ നാട് കടത്തി അമേരിക്കൻ നടപടിയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടായിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ വിശദീകരണം. നാടുകടത്തൽ അറിഞ്ഞിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ അനധികൃതമായ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് US നാട് കടത്തുന്നത്. 2009 മുതൽ ഇത്തരക്കാരെ വിലങ്ങണിയിച്ച് നാട് കടത്താറുണ്ടെന്ന ഒരു വിചിത്രമായ മറുപടിയാണ് വിദേശകാര്യമന്ത്രി നൽകിയത്. മാത്രമല്ല, സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണിയിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടി വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു. പക്ഷേ ഈ നാട് കടത്തപ്പെട്ടവർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ MP-മാർ ജോബ് ബ്രിട്ടാസ് MP അടക്കമുള്ളതിനെ ചോദിച്ചിരുന്നു. കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുന്ന സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിൽ ഒരു ചെറിയ രാജ്യങ്ങൾ പോലും അവരുടെ ചാർട്ടേഡ് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്ന ഒരു നടപടി സ്വീകരിക്കുന്നു? പ്രത്യേകിച്ച് മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങൾ ഈ നടപടി സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ അത് സ്വീകരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ ജോബ് ബ്രിട്ടാസ് MP അടക്കം ചോദിച്ചിരുന്നു. എന്നാൽ ഈ ഒരു US വിമാനത്തിൽ നിന്ന് ഇത്തരത്തിൽ പറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ വേണ്ടി അനുമതി നൽകിയെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യമന്ത്രി ഈ കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരാറുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയില്ല. മാത്രമല്ല, ഇനിയും എത്ര പേരെ കൊണ്ടുവരാനുണ്ടെന്ന ചോദ്യത്തിനും പ്രതിപക്ഷ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ US നടപടിയെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാതെ തീർത്തും ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായി പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ഈ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഉണ്ടായത്. എന്തായാലും ഇടതുപക്ഷ MP-മാർ പാർലമെന്റിന് പുറത്ത് ഇതിൽ വലിയ പ്രതിഷേധമായി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷ MP-മാർ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തീർക്കുകയും ചെയ്തു. ഇത് ലോക്സഭയും രാജ്യസഭയും ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായും പ്രക്ഷുബ്ധമാവുന്ന കാഴ്ചയാണ് കണ്ടത്. ലോക്സഭ 3 തവണയാണ് നിർത്തിവെച്ചത്. 11 മണിക്കും 12 മണിക്കും 2 മണിക്കും നിർത്തിവെച്ചു. പിന്നീട് 3:30 ലോക്സഭയിൽ ഇത്തരത്തിൽ വിശദീകരണം നൽകുമെന്ന് അറിയിച്ചെങ്കിലും വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിൽ അത് നാളത്തേക്ക് പിരിയുന്ന സാഹചര്യം ഉണ്ടായി. രാജ്യസഭയിലാണ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. വിചിത്രമായ ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഈ ഒരു US നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും അമേരിക്കയുടെ വിധേയത്വം സ്വീകരിക്കുന്ന ഈ രീതിയിലുള്ള ഒരു മനോഭാവം അത് CPM പൊളിറ്റ് ബ്യൂറോ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത് ശരിവെക്കുന്ന അതേ വിശദീകരണമാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് കേന്ദ്ര സർക്കാരും മോദി സർക്കാരും. കാരണം രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ടാണ് ഇവർ എല്ലാ കാര്യത്തെയും സമീപിച്ചിരുന്നത്, രാഷ്ട്രീയമായി കൂടി. അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. പുൽവാമയിലടക്കം നിരവധി സംഭവ വികാസങ്ങളിൽ മോദി സർക്കാരിൻ്റെ രാജ്യസ്നേഹം എന്നത് പൊള്ളയാണ് എന്ന് ബോധ്യമാകുന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്ന പല വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നോക്കൂ, അമേരിക്കയുടെ മുമ്പിൽ മുട്ടിലിഴയുന്നതിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചു. ഈ രാജ്യത്തിൻ്റെ യശസ്, അന്തസ്, ചേരിചേരാ പ്രസ്ഥാനങ്ങൾ വഴി, ചേരിചേരാ നയം വഴി രൂപപ്പെട്ടിരുന്ന ഇന്ത്യയുടെ വിദേശ നയം, ഇതൊക്കെ മോദി സർക്കാർ വന്നതിന് ശേഷം, പ്രത്യേകിച്ചും 2014 ശേഷം ഇതൊക്കെ വെള്ളത്തിലാക്കിയൊരു സാഹചര്യം. അതിൻ്റെ അനുരണനം കൂടിയാണ് ഇവിടെ ഒരു ലോജിക്കൽ കൾമിനേഷനായി, യുക്തിസഹമായ പരിണാമമായി എത്തിയിരിക്കുന്നത്. സിബി ജോസഫ്, നോക്കൂ എവിടെ പോയി മോദിയുടെ രാജ്യസ്നേഹം. 2 ബായിയാണ് എന്ന് ട്രംപിനെ അടക്കം വിളിച്ച് പരിചയപ്പെടുത്തി ഇവിടുത്തെ ചേരികൾ പോലും കെട്ടിമറച്ച് ഇവിടെ ആഘോഷത്തോടുകൂടി അദ്ദേഹത്തിന് സന്ദർശനം ഒരുക്കി. ആ സൗഹൃദമൊക്കെ എവിടെ പോയി? നയതന്ത്രത്തിൻ്റെ കാര്യത്തിൽ, ഇന്ത്യൻ പൗരൻ്റെ അന്തസ്സ് കാക്കുന്ന കാര്യത്തിൽ ഇതല്ലേ അവിടെ ചോദിക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷം? തീർച്ചയായും അധ്യക്ഷ തന്നെയാണ്. കാരണം നമുക്കറിയാം
നരേന്ദ്രമോദിയും BJPയും അതായത് ദേശീയത പറഞ്ഞുകൊണ്ടാണ് വളരെ വലിയ രീതിയിൽ എല്ലാത്തിന്റെയും പ്രചരണം രാജ്യത്താകമാറും നടത്തുന്നത്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ മറ്റുള്ള മെക്സിക്കോ, കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ പോലും തങ്ങളുടെ കുടിയേറ്റക്കാരുമായി വന്ന US സൈനിക വിമാനത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് വൻ പ്രതിഷേധവും തീർത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് മോദി സർക്കാർ തീർത്തും വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. കൂടാതെ ഈ മാസത്തിന്റെ 13-14 തീയതികളിലെല്ലാം നിലയും ഡൊണാൾഡ് ട്രംപുമായി വീണ്ടും യുദ്ധത്തിൽ ഹസ്തദാനം നൽകാൻ വേണ്ടി മോദി പോകാൻ ഇരിക്കുകയാണ്. ആ ഇടയിലാണ് ഈ ഒരു സംഭവം കൂടി പുറത്തു വരുന്നത്. അപ്പോഴെല്ലാം തന്നെയും ഈ പൂർണ്ണമായും ഈ അമേരിക്കയ്ക്ക് വിധേയമാവുന്ന രീതിയിലുള്ള സംസാരം തന്നെയാണ് വിദേശകാര്യമന്ത്രി ഈ രാജ്യസഭയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതും ഇത് തന്നെയാണ്. കാരണം ഇന്ത്യക്കാരോട് ഒരു ഭീകരവാദികളോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറിയതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഹരിയാന ഭരിക്കുന്ന BJP സർക്കാർ അവിടെ ഇറങ്ങിയ ഹരിയാനയിലെ ആളുകളെല്ലാം ദയവായി തുടരൂ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ PV തോമസ് കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. PV തോമസ്, മുമ്പ് പ്രധാനമന്ത്രി ചന്ദ്രശേഖരൻ്റെ കാലത്താണെന്ന് തോന്നുന്നു ഗൾഫ് യുദ്ധവേളയിൽ ഇന്ധനം നിറയ്ക്കാനായി ഏവിയേഷൻ ഫ്യൂൽ അടിക്കാനായി ഇവിടേക്ക് ഫ്ലൈറ്റ് ഇറക്കിയ ഘട്ടത്തിൽ ഭാരത് ബന്ദാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തെ ജനത. ആ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ ഇന്ത്യക്കാരെ കൈവിലങ്ങുകളും കാലിൽ ചെങ്ങലയും അണിയിച്ച് ഇവിടെ ഇറക്കി വിട്ടു, അതും അവരുടെ സൈനിക വിമാനത്തിൽ. ഇതാണെന്ന് ഇന്ന് പ്രതിപക്ഷം ചോദിച്ചത് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ. ശ്രീ PV തോമസ്, അത് 140 കോടി ജനങ്ങൾ നാണിച്ച് തലകുനിക്കേണ്ട ഒരു സംഭവമാണിത്. എന്താണ് ഇവർ ചെയ്തിട്ട് അറിയില്ല. കാരണം ജീവിക്കാനുള്ള ത്വരയിൽ വ്യഗ്രതയിൽ കടന്നു പോയി. ഇല്ലീഗലായിട്ടാണ് പോയത്. അവരുടെ അത് പോട്ടെ, അതൊന്നും അല്ല ഇവിടെ ഇഷ്യൂ. ഇവിടെ ചർച്ച ചെയ്യുന്ന മോഡിയും ട്രംപും തമ്മില് ഭയങ്കര കൂട്ടുകാരാണ്. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവത്തിലാണ് ഇവർക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. മോഡിയുടെ വിദേശകാര്യ നയത്തിന്റെ പരിപൂർണ പരാജയത്തിന്റെ ഒരു പ്രാന്തമാണ് നമ്മൾ കാണുന്നത്. അത് ഇതൊക്കെ വെറുതെ മോഡിക്കൊന്നും അറിയാൻ പാടില്ല. എന്താണ് വിദേശകാര്യമെന്നോ എന്താണ് അതിന്റെ സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. ഇതൊക്കെ ഒരു വഴിക്ക് നടക്കും. ഇത് ഈ മോഡി കോടി എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും. പക്ഷെ കാര്യത്തിന് വരുമ്പോൾ ഇതുപോലെ കയ്യാമം വെച്ച് ചങ്ങലയെ വിട്ടാണ് വിവാദം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അതെ, നമുക്ക് വിശ്വസിക്കാനായില്ല. അവർ വന്ന് വെളിപ്പെടുത്തുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഇങ്ങനെയുണ്ടോ കുടിയേറ്റക്കാരെ? ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? അന്താരാഷ്ട്ര നിയമങ്ങളില്ലേ PV തോമസ്? അത് തീർച്ചയായിട്ടും ആ നിയമങ്ങൾ ഇവിടെ മനുഷ്യാവകാശം ഇവിടെ ഒന്നുമില്ലാതെ ആൾക്കാരുടെ ദൃഷ്ടാന്തങ്ങൾ പറയുകയാണ്. അവർക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്ലെയിനില് ഒന്ന് ചെയ്യാൻ എന്തെങ്കിലും അതുപോലും കയ്യാമം അയക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്ക് മാത്രം നിർദ്ദിഷ്ടമായിട്ട് പെരുമാറിക്കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. കഷ്ടമാണ്. എന്താണ് മോദിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് പരിഹസിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ. ജയശങ്കറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജയശങ്കർ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു. മോദി അങ്ങോട്ട് പോകുമ്പോണ് ഇവരൊക്കെ പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ എന്ത് കാര്യമുള്ളത് പാടില്ല. അതായത് അഭിമാനത്തോടെ അന്തസ്സോടെ പെരുമാറണ്ടേ, ജീവിക്കണ്ടേ, ഡിഗ്നിറ്റിയോടെ ബിഹേവ്. അതുണ്ടായിട്ടില്ല. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മോഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ കാര്യമാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കും. അതൊക്കെ ഇവിടുത്തെ ആർമിക്കാർക്കും അല്ലെങ്കിൽ സംഘപരിവാറുകാർക്കും ഒക്കെ വലിയ ഇതായിരിക്കും. പക്ഷെ ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഇതാണ്, ഒന്നുമല്ല. അതായത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പെരുമാറ്റമാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ ഇന്ത്യക്കാരെ അവമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നാണിച്ച് തലതാഴ്ചേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് അപമാനമാകുന്നു. തീർച്ചയായും ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞ
കവിഹൃദയങ്ങളാൽ മുഖരിതമായ ഇന്ത്യയിൽ ഏറ്റവും അപമാനിതമായ നിമിഷം. ഇന്ത്യ തലകുനിക്കേണ്ടി വരുന്നു. ദാരിദ്ര്യമുണ്ടായിട്ടുണ്ട്, പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ചേരിചേരാ നയങ്ങൾ, നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ ചേരിചേരാ നയങ്ങളിലടക്കം ഇന്ത്യ തുടരുന്ന ലോകത്തിന് മുമ്പിൽ തലയുയർത്തുന്ന, പല ഘട്ടങ്ങളിലും പട്ടിണിയാണെങ്കിൽ പോലും തലയുയർത്തി അന്തസ്സോടുകൂടി നിന്ന ഇന്ത്യയുടെ ഒരു അഭിമാനമുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്യപ്പെട്ടു. മാത്രമല്ല, ഇന്ത്യക്കാരായ നമ്മുടെ സഹോദരങ്ങൾ കൈകാലുകളിൽ ബന്ധിതമായി, അതും ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ളവരാണ് കൂടുതലും, പഞ്ചാബിലുള്ളവർ, ഹരിയാനയിലുള്ളവർ ഒക്കെ നമ്മുടെ സഹോദരങ്ങൾ കൈകാലുകളിൽ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അമൃത്സറിൽ വന്നിറങ്ങി. തീർച്ചയായും അപമാനകരമായ നിമിഷം ഇന്ത്യക്കാരെ സംബന്ധിച്ച്. അതിനൊക്കെ വഴിമരുന്നിട്ടത് മോദിയുടെ പിടിപ്പുകേടാണ് എന്നാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപം.